നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഡിക്കിയുടെ ഷോക്ക് ചിലപ്പോൾ കംപ്ലൈന്റ് ആവും. കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഡിക്കി ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക് പോരും. അത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവീസ് സെന്ററിലൊന്നും പോയി സർവീസിനൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ ആ ഡിക്കിയുടെ ഈ ഷോക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ ടൂളാണ് വേണ്ടത്. ഒരു സ്ക്രൂ ഡ്രൈവർ, ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിക്കിയുടെ ഷോക്കിന് ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഓപ്പൺ ആയി. സെയിം മെത്തേഡിലുള്ളവർ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ തന്നെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈ കിട്ടും. ഇനി ഈ സാധനം നിങ്ങൾ പുതിയ ഷോറൂമിൽ എവിടെയെങ്കിലും ഒരു 700 രൂപ കൊടുത്ത് നിങ്ങൾക്ക് പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നേരെ പുതിയ പീസ് ഇതേപോലെ ജസ്റ്റ് ഒരു പ്രസ്സിങ്ങിലൂടെ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നിങ്ങളുടെ ഡിക്കിയുടെ ആ ഒരു ഷോക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉണ്ടായാൽ മതി. ഒരു 7 സീറ്റർ എർട്ടിഗ വാഹനം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനിലേക്ക് 2015 മോഡലിൽ നിൽക്കുന്ന VXI എന്ന വേരിയന്റിൽ നിൽക്കുന്ന വാഹനം. KL 42 പറവൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. 7 സീറ്റ് വാഹനങ്ങൾക്ക് നോർമൽ റണ്ണിംഗ് ഉള്ളവർക്ക്, മെയിൻ്റനൻസ് കുറഞ്ഞ വാഹനങ്ങൾ ആവശ്യമുള്ളവർക്ക് പറ്റിയുള്ള വാഹനമാതിരി എർട്ടിഗ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. കാരണം ചില മെയിൻ്റനൻസ് കുറവാണ്. 1.3 ലിറ്റർ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് സാധാരണ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞിട്ടുള്ള വാഹനമാണ്. മാത്രമല്ല ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സ്പേസ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അത്യാവശ്യം ഇന്ത്യൻ സ്പേസ് ആണ്. സീറ്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സെക്കൻഡ് റോ ആണെങ്കിലും തേർഡ് റോ ആണെങ്കിലും അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് എർട്ടിഗന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഇന്ത്യയിലെ നല്ല സീറ്ററും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഏകദേശം ഒരു 13 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. സെൻട്രലൈസിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന്റെ VXI എന്ന പേരിനകത്ത് കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 door പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ്, സെൻട്രൽ ലോക്കിംഗ്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് അതിനകത്ത് വന്നിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗോ ABS കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഒരു ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് റിനോൾട്ടിന്റെ ഒരു കൈഗർ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന 2022 മോഡലിൽ നിൽക്കുന്ന 35,000 കിലോമീറ്ററുള്ള സിംഗിൾ ഓണർഷിപ്പിൽ KL 39 തൃപ്പൂണിത്തറ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന മറ്റൊരു വാഹനമുണ്ട്. റിനോൾട്ട് കൈഗറിനെ കുറിച്ച് പറയുന്നത് അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസിൽ അത്യാവശ്യം നല്ല യാത്ര കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിന്റെ കൈഗർ എന്ന വാഹനം. പക്ഷേ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിരിക്കും മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. പെട്രോൾ ഏകദേശം ഒരു 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു ബമ്പറിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ 2 സെൻസേഴ്സ് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ നമുക്ക് ഇന്ത്യയുടെ ഭാഗം നോക്കുന്ന സമയത്ത് നോക്കാം. അത് മാത്രമല്ല XT ഓപ്ഷൻ എന്നുള്ള വേരിയന്റാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ മിഡിലിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഫുള്ളിന്റെ എല്ലാ ഫീച്ചേഴ്സും വരാതെ രണ്ടിന് ഇടയിൽ കിടക്കുന്ന ഒരു വേരിയന്റാണ് XT ഓപ്ഷൻ എന്നുള്ള വേരിയന്റ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അതേപോലെ മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, കീലെസ് എൻട്രി തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ ടെയിൽ ഗേറ്റിന്റെ ഭാഗത്ത് വരുന്ന ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ ഒരു C ടൈപ്പിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ടെയിൽ ലൈറ്റിന്റെ ഡിസൈൻ പോയിട്ടുള്ളത്. മാത്രമല്ല ആ ടെയിൽ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു കർവ് രൂപത്തിലാണ് ഇതിന്റെ ഒരു ബാക്കിലെ ആ ഒരു പ്രൊഫൈൽ ഡിസൈൻ റിനോൾട്ട് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്ട്രക്ചറൽ വൈസ് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനിനെ ഇൻബിൽഡ് വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. മാത്രമല്ല പാർക്കിംഗ് സെൻസറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിലെ സെൻസർ എന്താണെന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം വേറെ സെൻസേഴ്സും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വേറെ ഒന്നും കാണാമല്ലോ. പക്ഷേ ഇങ്ങോട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പോലെ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും സെൻസർ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്ത് പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിൽ ആ ഒരു സെൻസറിന്റെ ഒരു പൊസിഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഒരു ഷട്ടർ ടൈപ്പിൽ സ്റ്റോറേജ് ബോക്സ് ഇതിനകത്ത് കമ്പനി ഇതിനകത്ത് ഇൻബിൽഡ് ചെയ്ത് വളരെ ക്യൂട്ടായിട്ടാണ് ഇതിന് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡോർ പാഡും ആ ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ ബ്ലാക്കിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു ഗോൾഡൻ്റെ കളറിൽ ആ ഒരു രണ്ടിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനം പോയിട്ടുള്ളത്. പെട്രോൾ ഏകദേശം ഒരു 13 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. സ്വന്തമാക്കാം 6,35,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഒരു 7 സീറ്റ് വാഹനം, ഒരു 5 സീറ്റിൽ നിൽക്കുന്ന രണ്ടും പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും ബുക്കിങ്ങിന് ആവശ്യമുള്ള കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.